ഫോർട്ട് കൊച്ചിയിലൂടെ ഒരു വൈകുന്നേര യാത്ര. എല്ലാവർക്കും VCFMന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോർട്ട് കൊച്ചിയുടെ ഹൃദയമായിട്ടുള്ള പരേഡ് ഗ്രൗണ്ടും അതിൻ്റെ മുന്നിലായിട്ടുള്ള ക്രിസ്ത്യൻ ദേവാലയവും ഒക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെയാണ്. ഇതിനുശേഷം നമ്മൾ എത്തിപ്പെടുന്നത് ഫോർട്ട് കൊച്ചിയുടെ മറ്റൊരു ചരിത്രമാണ്. ഡച്ചുകാരുടെ ശവക്കല്ലറകൾ നിറഞ്ഞ ഡച്ച് സെമിട്രി. അതും കണ്ട് കടൽക്കരയിലൂടെ ഒരു നടത്തം. ഫോർട്ട് കൊച്ചി ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഡച്ച് സെമിട്രി. ഫോർട്ട് കൊച്ചിയിലെ പല സ്ഥലങ്ങളും ഇന്ന് ടൂറിസ്റ്റുകളുടെയും അതോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ ഫോർട്ട് കൊച്ചിയുടെ കടൽ തീരത്തിലൂടെ മെല്ലെ യാത്ര തുടങ്ങാം. ബിഗ് ബി സിനിമയിൽ ബിലാലിക്ക പറഞ്ഞതുപോലെ കൊച്ചി പഴയ കൊച്ചിയല്ല, മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി. രാത്രികാല വിനോദസഞ്ചാരികളുടെ ഒരു മനോഹരമായ കേന്ദ്രമായി ഫോർട്ട് കൊച്ചിയും പരിസരവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കച്ചവടക്കാരുടെയും. വഴിവിളക്കുകൾ നിറഞ്ഞ മനോഹരമാക്കിയിട്ടുള്ള കൊച്ചിയിലെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച്. കടൽ ഭിത്തിയൊക്കെ നിർമ്മിച്ച് മനോഹരമാക്കി അതിൻ്റെ മുകളിലൂടെ ഒരു വാക്ക്വേയും അവിടെ ഇവിടെയായി വഴിവിളക്കുകളും. അങ്ങിങ്ങായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി കച്ചവടക്കാരും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫോർട്ട് കൊച്ചി. ഇനി ഫോർട്ട് കൊച്ചിയുടെ നഗരവീഥിയിലൂടെ ഒരു യാത്ര തുടങ്ങാം. ഗോവൻ നഗരങ്ങളെയൊക്കെ ഒരു ചെറിയ മിനി പതിപ്പാണ് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഒടുവിൽ ബ്രിട്ടീഷുകാരും തങ്ങളുടെ ആസ്ഥാനങ്ങൾ നിർമ്മിച്ച് ആസ്ഥാനങ്ങൾ ആരംഭിച്ച സ്ഥലം. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് പോർച്ചുഗീസ്, അതേപോലെ ഫ്രഞ്ച്, ഡച്ച് സാന്നിധ്യങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും. പഴയ കെട്ടിടങ്ങളെല്ലാം ഇന്ന് കഫേകളായിട്ടും ഹോട്ടലുകളായിട്ടും ഹോം സ്റ്റേകളായിട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. രാത്രിയെ വരവേൽക്കാൻ വഴിവിളക്കുകൾക്കൊപ്പം തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളാണ് പലയിടത്തും കാണാനായി സാധിക്കുക. മനോഹരമായ പഴയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്പോട്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും പഴയ ഹോട്ടലായിട്ടുള്ള ഹാർബർ ഹോട്ടലും അതേപോലെ തന്നെ പഴയ നമ്മുടെ ബിഗ് ബി സിനിമ ഷൂട്ട് ചെയ്ത വീടുകളും ഒക്കെ ഇന്ന് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. വിനോദസഞ്ചാരികളെ വിശദീകരിച്ചു കൊടുക്കുന്ന ഗൈഡുകളും മറ്റും ഒക്കെ ഈ സ്പോട്ടുകളിൽ നമുക്ക് കാണാനായി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ നിർമ്മിതികൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന അനവധി സഞ്ചാരികളെയും.
കഫേകളും റെസ്റ്റോറൻറ്റുകളും മാത്രമല്ല ഫോർട്ട് കൊച്ചിയുടെ പ്രത്യേകത. നല്ല സുവനിയർ ഷോപ്പുകളും അതേപോലെ സ്പൈസസിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഒക്കെ ഷോപ്പുകളും നമുക്ക് ഫോർട്ട് കൊച്ചിയുടെ ഈ നഗരമധ്യത്തിൽ കാണാൻ പറ്റും. ഫോർട്ട് കൊച്ചിയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ എന്ന് പറയുന്നത് ബിഗ് ബിയിലെ ആ വീടും അതേപോലെ തന്നെ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ വീടും ഒക്കെയൊക്കെയാണ്. ഇപ്പോൾ നഗരാസൂത്രണത്തിന്റെ ഭാഗമായി പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള പേരുകളും മറ്റുമാണ് ഓരോ വഴിത്താരകൾക്കും ഇട്ടിട്ടുള്ളത്. നഗര മധ്യത്തിൽ അങ്ങിങ്ങായി ചിതറിയോടുന്ന ഓട്ടോകളും അതേപോലെ സ്കൂട്ടറുകളും നടന്നു നീങ്ങുന്ന കാഴ്ചക്കാരും മറ്റും കാണികൾക്ക് മനോഹരമായ ദൃശ്യമാണ്. അവിടെ ഇവിടെയായി കച്ചവടക്കാർ വിദേശികളായിട്ടുള്ള സ്വദേശികളായിട്ടുള്ള സഞ്ചാരികളുടെ വരവിനായി കാത്തു ഇരിക്കുന്നു. ഫോർട്ട് കൊച്ചിയോട് വിട പറഞ്ഞ് ഇനി യാത്ര മട്ടാഞ്ചേരിയിലേക്ക്. മട്ടാഞ്ചേരിയുടെ രാത്രി എങ്ങനെയുണ്ടെന്നറിയണം. തൊട്ടടുത്തടുത്തായിട്ടുള്ള സ്ഥലങ്ങൾ. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആദ്യ ആസ്ഥാനം മട്ടാഞ്ചേരിയിലായിരുന്നു. പോർച്ചുഗീസുകാരാൽ നിർമ്മിക്കപ്പെട്ട് മട്ടാഞ്ചേരിയിൽ ഡച്ചുകാരുടെ പേരിൽ അറിയപ്പെടുന്ന ഡച്ച് കൊട്ടാരവും അതേപോലെ ജൂതന്മാരുടെ സിനഗോഗും ജൂതന്മാരുടെ തെരുവും ഒക്കെ നിറഞ്ഞ ആ പഴയ മട്ടാഞ്ചേരിയിലെത്തുമ്പോൾ കഥ കുറച്ചൊക്കെ വ്യത്യസ്തമാണ്. കടകളെല്ലാം അടച്ചു തുടങ്ങിയിട്ടുണ്ട്. പലതും കച്ചവടം കുറഞ്ഞതുകൊണ്ട് നേരത്തെ അടച്ചതാണ്. സുവനിയർ ഷോപ്പുകളുടെ ഒരു നല്ല കേദാരമാണ് നമ്മുടെ മട്ടാഞ്ചേരി. ഒരുപാട് പഴക്കം ചെന്ന പഴയ ജൂതന്മാരുടെ വീടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ, അതേപോലെ പഴയ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് ആൻറ്റിക് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കല്ലുപാകിയ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്നത് ജൂതന്മാർ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ജൂതന്മാരുടെ സിനഗോഗിന്റെ മുന്നിലേക്കാണ്. ഒരു പക്ഷെ ഒരു കാലത്ത് ഈ വീടുകളെല്ലാം സജീവമായിരുന്നിരിക്കാം. ഈ തെരുവുകളിലെല്ലാം ജൂതന്മാർ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ ഇന്ന് അവരെല്ലാം അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയിരിക്കുന്നു. പതിയെ ഈ തെരുവെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് അവരുടെ സംരക്ഷകരായിരുന്ന ഈ തെരുവ് ഇന്നും അവർ ഓർക്കാറുണ്ടായിരിക്കാം. അതെ, ആന്റിക് ഷോപ്പിന്റെ വലിയൊരു കേദാരമായിരുന്നു ഈ ജൂതന്മാരുടെ തെരുവ്. പഴയ വീടുകൾ എല്ലാം ആന്റിക് ഷോപ്പുകളായി മാറിയിരുന്നു. അവരുടെ വീടുകളിൽ നിന്നുണ്ടായിരുന്ന സാധനങ്ങൾ മറ്റും ആന്റിക് ഉപകരണങ്ങളും അതേപോലെ ആന്റിക് വസ്തുക്കളും ഒക്കെയായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ അതാ ആ ചരിത്ര നിർമ്മിതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ജൂതന്മാരുടെ ദേവാലയം. ദേവാലയത്തിന് മുകളിലുള്ള ക്ലോക്കിൽ മണി 7:10. മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും രാത്രികാല യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരത്തിലൊരു യാത്ര ഒരുക്കി തന്ന സുജിത്തിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുക.